തിരുവനന്തപുരം കാട്ടാക്കട അതിവേഗ പോക്സോ കോടതിയിലെ തീപിടുത്തത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. ഡിവൈഎസ്പി ബിനുകുമാറിൻ്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുക. അട്ടിമറി സാധ്യത ബലപ്പെട്ടതോടെയാണ് ഇത്തരത്തിലൊരു അന്വേഷണം നടക്കുന്നത്. വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, ഇക്കാര്യത്തിൽ ഒരു അട്ടിമറി നടന്നിട്ടുണ്ട് എന്നുള്ള തരത്തിൽ വാർത്തകൾ സജീവമാണ്. കാരണം നമുക്കറിയാം, കാട്ടാക്കട അതിവേഗ പോക്സോ കോടതി, ഇവിടെ നിരവധി രേഖകളുണ്ട്. ഇതൊക്കെ നശിപ്പിക്കാനുള്ള ഒരു ശ്രമം നടന്നോ എന്നുള്ള സംശയങ്ങളാണ് ഉയരുന്നത്. എന്തായാലും ഇതിന്മേലുള്ള അന്വേഷണം ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ ശ്രീനന്ദ. വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സംശയത്തിന്റെ നിലയിലാണ് ഇപ്പോൾ അതിവേഗ പോക്സോ കോടതിയിൽ ഈ ഒരു തീപിടുത്തം നിലവിലെ സാഹചര്യത്തിൽ നീങ്ങുന്നത്. ഈ ഒരു അന്വേഷണം ക്രൈംബ്രാഞ്ചിന് ഇടാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. കാരണം വിനോദ് സൂചിപ്പിച്ചതുപോലെ അതിവേഗ പോക്സോ കോടതിയിൽ ആവശ്യമായ രേഖകളും ഒക്കെ തന്നെ സൂക്ഷിച്ചിരിക്കുന്നൊരിടമാണ്. അവിടെ ഇങ്ങനെ ഒരു തീപിടുത്തം എന്ത് സാഹചര്യത്തിലാണ് ഉണ്ടായത് എന്നുള്ളൊരു നിഗമനം ഇതുവരെയും പോലീസിന് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. സാധാരണ രീതിയിൽ തീപിടുത്തം ഉണ്ടാകുന്ന ഒരു സ്ഥലമല്ല അത്. അപ്പോൾ എന്ത് സാഹചര്യത്തിലാണ് അവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നെല്ലാം പഠനത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ക്രൈംബ്രാഞ്ചിനെ അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഡിവൈഎസ്പി കെ ബിനുകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ അന്വേഷിക്കുന്നത്. അന്വേഷണം അട്ടിമറി സാധ്യത ബലപ്പെട്ടതോടെയാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നെയ്യാദാം SHOയും അതുപോലെ തന്നെ കാട്ടാക്കട SHOയും ഈ ഒരു സംഘത്തിൽ തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം എന്ന് പറയുന്നത്. എന്തായാലും ഉടൻ തന്നെ ഇതിനൊരു പരിഹാരം, അല്ലെങ്കിൽ ഇത് എന്ത് കാരണത്താലാണ് ഇവിടെ ഒരു തീപിടുത്തം ഉണ്ടായതെന്നുള്ള കാര്യം വ്യക്തത വരുത്താനാണ് ഇപ്പോൾ ഈ ഒരു അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നത്. വിനോദ്, കാട്ടാക്കട പോക്സോ അതിവേഗ കോടതിയിലുണ്ടായ തീപിടുത്തത്തെ സംബന്ധിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നത്. ക്രൈംബ്രാഞ്ച് DSP കെ ബിനുകുമാറിൻ്റെ നേതൃത്വത്തിലാണ് ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കുക. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്തു നിന്നും ശ്രീനന്ദ.